അപ്പോൾ നമ്മൾ ഇന്നലെ എവിടെയായിരുന്നു നിർത്തിയത്? ഐസോതേർമ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലെ? ഐസോതേർമ അഥവാ സമതാപ രേഖകൾ അല്ലെ? എന്തായിരുന്നു സമതാപ രേഖകൾ? എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു? ഒരേ താപനില കാണിക്കുന്ന റീജിയൻസിനെ നമ്മളൊരു സാങ്കല്പിക രേഖ കൊണ്ട് ഒരുമിച്ച് ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് അല്ലെ സമതാപ രേഖകൾ അല്ലെങ്കിൽ ഐസോതേർമ. അപ്പോ ഒരേ കണക്കെയുള്ള അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന ഏരിയകളെ നമ്മൾ രേഖ വെച്ച് വരച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തോ ആയിരുന്നു പറയുന്നത് നമ്മള്? അപ്പോ നമുക്ക് നമ്മുടെ ആഗോള മർദ്ദമേഖലകളാണ് കേട്ടോ, ആഗോള മർദ്ദമേഖലകൾ. അപ്പോ എത്ര മർദ്ദമേഖലകളുണ്ട്? നമ്മൾ ഇന്നലെ ഇക്വേറ്ററിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലെ? ഇക്വേറ്ററില് വലിയ പ്രഷറാണോ അതോ ചെറിയ പ്രഷറാണോ അനുഭവപ്പെടുന്നത്? ചെറിയ പ്രഷറാണ്, ചെറിയ അന്തരീക്ഷ മർദ്ദമാണ്. കാരണം എന്താണ്? അവിടെ എപ്പോഴും സൂര്യപ്രകാശം ലംബമായിട്ടാ നേരെ ഇങ്ങനെ പതിക്കുവായോണ്ട് ചൂട് പിടിച്ച് അന്തരീക്ഷത്തിലെ വായു ഇങ്ങനെ ഉയർന്ന് മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുക. അതുകൊണ്ടാണ് അവിടെ ന്യൂനമർദ്ദ മേഖലയായത് അല്ലെ? അപ്പോ അതിന് ഒരു 30 ഡിഗ്രി വടക്ക് ഭാഗവും 30 ഡിഗ്രി തെക്ക് ഭാഗവും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് കേട്ടോ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. കാരണം എന്തുകൊണ്ടാ? ഈ മധ്യരേഖയിൽ നിന്ന് കുറച്ച് വായു ഇങ്ങനെ ചൂട് പിടിച്ച് മുകളിലോട്ട് പോയല്ലോ, അത് ആ ഭാഗത്തോട്ട് പോയി ഇറങ്ങുന്നുണ്ട് താഴ്ന്ന് അല്ലെ? അതുകൊണ്ടാണ് അവിടെ പ്രഷർ കൂടുതൽ, ഉച്ചമർദ്ദ മേഖലയാണ്. ഹലോ, ഓക്കെ. അപ്പോ അതേ കണക്ക് തന്നെ നമ്മുടെ ഏറ്റവും അറ്റത്ത് പോൾ റീജിയൻ അല്ലെ, പോളാർ റീജിയൻസില് ധ്രുവ പ്രദേശങ്ങളില് ഉച്ചമർദ്ദ മേഖലയാണ്. പക്ഷെ അവിടെ എന്തുകൊണ്ടാ? ചൂട് പിടിച്ച് വേറെ വന്ന് ചേരുന്നോണ്ടാണോ? അല്ല, അവിടെ തണുപ്പുമാണ്. അതുമല്ല, ഒരു കാര്യമുണ്ട്, അതെ, നമ്മുടെ അന്തരീക്ഷവുമായിട്ട് വലിയ ദൂരമില്ല ഈ ഒരു ഭാഗത്തിന് അല്ലെ, പോളിന് വലിയ ദൂരവും ഇല്ലാത്തതുകൊണ്ട് അവിടെ തണുത്തുറഞ്ഞും കൂടെ കടക്കുവായോണ്ട് അവിടെ കട്ടിക്ക് ഇങ്ങനെ കടക്കുക നമ്മുടെ വായു, അന്തരീക്ഷം. അതുകൊണ്ടാണ് അവിടെ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. അതേസമയം ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, അവിടെ എന്തുകൊണ്ടാണ് ശരി സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്, എന്നാലും നമ്മുടെ മധ്യരേഖയുടെ അത്രയൊന്നും അടിക്കുന്നില്ല. അവിടുത്തെ ഈ ഒരു ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിൽ ശരിക്കും എന്തുകൊണ്ടാണ്? നമ്മുടെ ഭൂമിയുടെ കോറിയോളിസ് പ്രഭാവം കൊണ്ട്, അവിടെ ഭൂമിയുടെ കറക്കം ഉള്ളത് കൊണ്ട് ഈ വായു അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. അതെ, ചുഴറ്റി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ന്യൂനമർദ്ദ മേഖല, അതായത് 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും. ഓക്കെ. അപ്പോ ഈ ഭൂമധ്യരേഖ പ്രദേശത്തെ ഉയർന്ന താപനില കാരണം വായു ചൂടായി വികസിച്ചുയരുന്നതാണ് ഭൂമധ്യ രേഖ ന്യൂനമർദ്ദ മേഖല. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കേട്ടോ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ലംബദിശയില് വായുപ്രവാഹം ഉണ്ടാകുന്ന ഈ മേഖലയിൽ കാറ്റുകൾ വീശുന്നില്ല. അപ്പോ കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഈ മർദ്ദമേഖലയെ വിളിക്കുന്നതാണ് എന്ത്? നിർവാത മേഖല അഥവാ ഡോൾഡ്രംസ് കേട്ടോ, നിർവാത മേഖല. അപ്പോ അവിടെ വായുപ്രവാഹം ഉണ്ടാവുന്നില്ല, അതുകൊണ്ടാ. അപ്പൊ മധ്യരേഖയിലെ അതിന് വിപരീതമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ നമ്മുടെ ധ്രുവങ്ങളിലുള്ളത്. അപ്പൊ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ കേട്ടോ. നമ്മുടെ അന്റാർട്ടിക്ക ഭാഗവും അതെ, നോർത്തേൺ ഹെമിസ്ഫിയറിലും അതെ, നോർത്ത് പോളിലും അതെ. അപ്പോ മധ്യരേഖ പ്രദേശത്ത് നിന്നും വികസിച്ചുയർന്ന വായു ധ്രുവങ്ങൾക്ക് അഭിമുഖമായി കാറ്റായി വീശുകയും ക്രമേണ തണുത്ത് 30 ഡിഗ്രി തെക്ക് 30 ഡിഗ്രി വടക്ക് അക്ഷാംശ മേഖലകളിൽ താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നത്. 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും. 60 ഡിഗ്രി തെക്കും 60 ഡിഗ്രി വടക്കും അക്ഷാംശ മേഖലയിൽ താപനില കുറവായതുകൊണ്ട് തന്നെ ഉച്ചമർദ്ദ സാഹചര്യങ്ങളാണ് രൂപപ്പെടേണ്ടത്. പക്ഷേ നമ്മുടെ ഭൂമിയുടെ ഭ്രമണം കാരണം ഈ മേഖലയിൽ വായു ചുഴറ്റി എറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ
ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നത്, അതായത് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അപ്പൊ ഏതൊക്കെ ബെൽറ്റുകളാണ് കൂട്ടുകാരെ? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രിയില്. അവിടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? ഈ മർദ്ദമേഖല കാറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്ന് പറയാൻ പറ്റും. ശരി. അപ്പൊ നമ്മുടെ ധ്രുവ മേഖലകളോ ഉച്ചമർദ്ദ മേഖലകള് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയും. പിന്നെ നമ്മുടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലെ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇനി ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളോ സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അപ്പൊ ഇത് എങ്ങനെയാണെന്ന് രൂപപ്പെടുന്നത് മനസ്സിലായല്ലോ കാര്യങ്ങള്. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇവിടെ? ഇല്ല. ഓക്കെ. അപ്പോ ഉഷ്ണകാലത്ത് ഈ മർദ്ദ മേഖലകള് 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ വടക്കോട്ടും, തണുപ്പ് കാലത്ത് 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ തെക്കോട്ട് നീങ്ങുന്നു. അത് സ്റ്റേറ്റ്മെന്റിന് പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. അല്ലേ? അതെ. ഉഷ്ണകാലത്ത് മർദ്ദമേഖലകൾ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ വടക്കോട്ടും, ശൈത്യകാലത്ത് 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ തെക്കോട്ടും നീങ്ങുന്നു. അപ്പൊ ഇത് നമ്മുടെ ആഗോള കാലാവസ്ഥയിൽ നിർണായകമായ മാറ്റം വരുത്തുന്നുണ്ട്, ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അന്തരീക്ഷത്തിലെ മർദ്ദ വ്യത്യാസം നമ്മൾ അനുഭവിക്കുന്നത് വായു ചലിക്കുന്നത് കൊണ്ടാണ്, അല്ലെ? അപ്പൊ അന്തരീക്ഷത്തില് ഈ നടക്കുന്ന ഈ വായുചലനം, അപ്പൊ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണ് സാധാരണയായിട്ട്? നമ്മുടെ കാറ്റ് അല്ലേ? കാറ്റ്. അപ്പൊ ഇത് അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു പ്രഭാവമാണ്, അല്ലെ? ലംബദിശയിൽ ഉണ്ടാകുന്ന വായുവിന്റെ ചലനങ്ങളെ കേട്ടോ, നേരെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിനെ എയർ കറന്റ് എന്ന് പറയും, വായുപ്രവാഹം അഥവാ എയർ കറന്റ് എന്ന് പറയും. അപ്പൊ നമ്മുടെ ചൂട് പിടിച്ച് മുകളിലോട്ട് ഇങ്ങനെ പോവല്ലോ വായു, അത് എയർ കറന്റ് തന്നെ. പക്ഷെ തിരശ്ചീന ദിശയില് ഹൊറിസോണ്ടലായിട്ട് ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് വായുവിന്റെ ചലനത്തെ കാറ്റെന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ ന്യൂനമർദ്ദ പ്രദേശവും ഉച്ചമർദ്ദ പ്രദേശവും രൂപപ്പെടുന്ന കാര്യവും ഈ വിൻഡിന്റെ വേറെ ഒരു വിൻഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലെ? കരക്കാറ്റും കടൽക്കാറ്റും പറഞ്ഞായിരുന്നു, അല്ലെ? അപ്പോ ഈ കടൽക്കാറ്റ് എവിടെ നിന്നായിരുന്നു വരുന്നത്? കടലിൽ നിന്ന് കരയിലേക്ക്. ഏത് സമയമാണ് വരുന്നത്? പകല്. അതെ, പകല്. കാരണം എന്തുകൊണ്ടാ? കരയിലെ പകൽ ചൂട് കൂടി. അതെ, കര പെട്ടെന്ന് ചൂടാവുന്നതുകൊണ്ട് കരയുടെ മുകളിലുള്ള അന്തരീക്ഷ ഭാഗം ചൂടായിട്ട് അങ്ങോട്ട് ന്യൂനമർദ്ദമായതുകൊണ്ടാണ് ഈ കടലിന്റെ മുകളിലുള്ള അന്തരീക്ഷത്തിലെ വായു തള്ളി കയറുക, അങ്ങോട്ട് റഷ് ചെയ്ത് കയറും. അപ്പോ കാറ്റ് നമുക്ക് അനുഭവിക്കാം. അത് നമുക്ക് ഓർക്കാൻ എളുപ്പമോ? ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലേ ജോബിനെ? നമ്മുടെ ബീച്ചിലൊക്കെ പോയി നിൽക്കുമ്പോ എപ്പോഴും കാറ്റ് വരുന്നത് പകൽ സമയത്ത്. പക്ഷെ നമ്മൾ രാത്രി ചെന്ന് നിൽക്കുവാണെങ്കിൽ കരയിൽ നിന്ന് കടലിലോട്ടാ കാറ്റ് വരുന്നേ. ഓക്കെ. അപ്പോ നമ്മുടെ ഇന്ത്യയില് മെയിൻ ആയിട്ട് നമ്മുടെ എല്ലാ കാലാവസ്ഥ മൊത്തം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാറ്റുണ്ട്. ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അതെ, മൺസൂൺ കാറ്റുകളാണ്, അല്ലെ? മൺസൂണ്. അപ്പോ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്ന കാറ്റുകളെ തെക്ക് പടിഞ്ഞാറൻ കാറ്റെന്നും പറയും. കടലിൽ നിന്ന് കരയിലേക്കുള്ള കാറ്റുകളെ കടൽക്കാറ്റെന്നും വിളിക്കുന്നു. ഓക്കെ. അപ്പോ കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കോറിയോളിസ് ബലം. അപ്പൊ കോറിയോളിസ് ബലത്തെ പറ്റി നമുക്കറിയാം. അതായത് ഇപ്പോ നമ്മുടെ ഭൂമി എങ്ങോട്ടാ, ഏത് ഡയറക്ഷനിലോട്ടാ കറങ്ങുന്നത് ഭൂമി? വെസ്റ്റ് ടു ഈസ്റ്റ്. ഓക്കെ, വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പോ കോറിയോളിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശയുടെ വലത്തോട്ടും, വലത്തോട്ട്, അപ്പൊ ക്ലോക്ക് വൈസാ. ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും, അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് പോകും, അല്ലേ? ഹലോ. അതെ. അപ്പോ കാറ്റിന്റെ വേഗതയും ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ. കാറ്റിന്റെ വേഗതയും ശക്തിയെയും പ്രധാനമായി 2 കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത്: മർദ്ദചരിവ് ബലം അഥവാ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്, പിന്നെ ഘർഷണ ബലം. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളയാ. തിരശ്ചീന തലത്തിൽ മർദ്ദത്തിന്റെ അളവിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചരിവ്.
മർദ്ദ വ്യത്യാസം മൂലം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലേക്ക് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ കേട്ടോ മേഖലകളിലേക്ക് വായുവിന്റെ ചലനം സാധ്യമാക്കുന്ന ബലമാണ് എന്ത് നമ്മുടെ മർദ്ദചരിവ് ബലം. അതായത് ഹയർ കോൺസെൻട്രേഷന് കൂടിയ ഈ വായുവിന്റെ അളവ് കൂടിയ ഇടത്ത് നിന്നും കുറഞ്ഞ ഇടത്തോട്ട് അതിന്റെ ആ മൂവ്മെന്റ്, ആ ചലനം സാധ്യമാക്കുന്ന ബലമാണ് എന്ത് ഈ മർദ്ദചരിവ് ബലം. അപ്പൊ അടുത്തടുത്ത സ്ഥലങ്ങളില് കാര്യമായ പ്രഷറിന് വ്യത്യാസമില്ലെങ്കിൽ മർദ്ദവ്യത്യാസം ഉണ്ടെങ്കിൽ ഈ ചരിവ് കൂടുതലാണെന്ന് പറയാം, മർദ്ദചരിവ് കൂടുതലാണെന്ന് പറയാം. പിന്നെന്താണ്, തിരശ്ചീന തലത്തില് മർദ്ദത്തിൽ കാര്യമായ വ്യത്യാസം ഇല്ലെങ്കിൽ മർദ്ദചരിവ് കുറവാണെന്നും നമുക്ക് കണക്കാക്കാം. ഓക്കെ. പിന്നെ നമ്മുടെ ഈ കാറ്റിന്റെ സുഗമമായ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? നമ്മൾ മനുഷ്യരുടെ കെട്ടിടങ്ങളെല്ലാം തടസ്സപ്പെടുത്തും. പിന്നെ പ്രകൃതിയുടെ എന്തൊക്കെയാണ്? മലയും കുന്നും അല്ലെ, മരങ്ങള്, ഇതെല്ലാം തടസ്സപ്പെടുത്തും. അപ്പോഴും നമ്മുടെ കാറ്റിന്റെ സ്പീഡ് കുറയും. അപ്പോ നമ്മുടെ ഈ കാറ്റിന്റെ വേഗത അളക്കുന്ന ഒരു ഉപകരണമാണ് അനിമോമീറ്റർ കേട്ടോ. അനിമോമീറ്റർ നമ്മൾ ഈ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, അവരുടെയൊക്കെ വീടിന്റെ മുകളില് ഈ ഒരു സാധനം വെച്ചേക്കും, ഇങ്ങനെ കാറ്റടിച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്ന. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ പഴയ ടോമാഞ്ചെറിയുടെ കാർട്ടൂണിലും ഒക്കെ ഉണ്ട് ഇത്. കാറ്റിന്റെ ദിശ അറിയാൻ വേണ്ടിയാണ് ഇത്. അപ്പോ ആ ഒരു ഉപകരണം കേട്ടോ, ഉപകരണം അനിമോമീറ്റർ. പിന്നെ വിൻഡ് വെയിൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്, ദിശ അളക്കാൻ വേണ്ടിട്ട് വിൻഡ് വെയിൻ. അതെ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കാറ്റിന്റെ തന്നെ പല ടൈപ്പാണ് കേട്ടോ. സ്ഥിരവാദങ്ങൾ ഒന്നാമത്തേത്, സ്ഥിരവാദങ്ങൾ രണ്ടാമത്തേത്, കാലികവാദങ്ങൾ. സ്ഥിരവാദങ്ങൾ അപ്പൊ എപ്പോഴും വീശുന്ന കാറ്റുകളായിരിക്കും. കാലികവാദങ്ങള് ഒരു പ്രത്യേക പീരീഡ് മാത്രം അല്ലേ. പിന്നെന്താണ്? അതെ, കാലാനുസൃതമായിട്ട്. പിന്നെന്താണ്? പ്രാദേശികവാദങ്ങൾ. അത് ഒരു ഏരിയ മാത്രമേ കാണത്തുള്ളൂ. അതെ, ഒരു പ്രദേശം മാത്രം. അപ്പൊ നമ്മുടെ ലൂ ഒക്കെ അറിയാമല്ലോ, ലൂ. അതെവിടെ ആയിരുന്നു? ഉത്തരേന്ത്യയില്. ശരി. ഇപ്പൊ മാംഗോ ഷവർ എന്ന് പറയുന്നത് ഓർമ്മയുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ് ആ പേര് വരാൻ കാര്യം? അത് ആ സമയത്ത് ഈ മാമ്പൂ ഒക്കെ പൊഴിയുന്നത് കൊണ്ട്. അതെ, ഈ ചൂട് കാറ്റുകൊണ്ടാണ് പൊഴിഞ്ഞു വീഴുന്നത് അല്ലേ. അതുമല്ല, മാങ്ങ പഴുക്കാനും സഹായിക്കുന്ന ഒരു ഇതാണ്, കാറ്റാണ്. ആ സമയത്ത് ഒരുപാട് മാങ്ങ ഉണ്ടാകുന്നത് ചൂട് സമയത്ത്. പിന്നെ അസ്ഥിരവാദങ്ങൾ. അപ്പോ അതെ, ഇടയ്ക്ക് മാത്രം വരുന്നത്. ഈയിടെയും വന്നായിരുന്നു അല്ലെ ഒരു ചക്രവാത ചുഴി. അതിന്റെ ആയിരുന്നു 2 ദിവസത്തെ മഴ. നമ്മള് ഇന്നലെ ചക്രവാത ചുഴി രൂപീകരിക്കുന്ന എങ്ങനെയാന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ മീര. നമുക്ക് പറയാം, ഒന്നുകൂടെ പറയാം. അപ്പോ ഈ കാലികവാദങ്ങൾ നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതി മാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ കേട്ടോ. അപ്പോ ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശിക വാതകങ്ങളായ കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ് എന്തുവായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? പർവ്വതങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത്, താഴ്വാരത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ താഴ്വരക്കാറ്റ് എന്നിവയും ഉഷ്ണശൈത്യ കാലങ്ങളിൽ ഉണ്ടാകുന്ന മൺസൂൺ കാറ്റുകളും കാലികവാതങ്ങളിൽ പെടുന്നതാണ്. ഓക്കെ. കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. പിന്നെ നമുക്ക് നോക്കാനുള്ള എന്തുവായിരുന്നു, ഇതിന്റെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാണിജ്യവാതകങ്ങള്, അതായത് ട്രേഡ് വിൻസ് അല്ലെ, ഉത്തരാർദ്ധഗോളത്തിൽ വടക്കുകിഴക്കൻ കാറ്റുകളായും ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്കുകിഴക്കൻ കാറ്റുകളായും വീശുന്നു. കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞതാ, കോറിയോളിസ് തന്നെ കേട്ടോ, കോറിയോളിസ്. പിന്നെ ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങള്, വെസ്റ്റർലീസ് കൂടുതൽ ശക്തമാണ്. എന്തായിരിക്കാൻ കാരണം? അവിടെ ഈ കോണ്ടിനൻസ് കുറവാണല്ലോ, കടലൊക്കെ അല്ലേ ഉള്ളൂ കൂടുതൽ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഫ്രിക്ഷൻ കുറവാകുമ്പോ ശക്തി കൂടുതലാണ്. അപ്പോ കര കേട്ടോ കൂട്ടുകാരെ? മറ്റുള്ള കൂട്ടുകാരെ കേൾക്കുന്നുണ്ടോ? യെസ്. ഓക്കെ. അപ്പോ നമ്മുടെ കര കുറവാണ് ആ ഒരു ഭാഗത്ത്, കടലാണ് കൂടുതൽ. അപ്പൊ കര കുറവായിരിക്കും, സ്വാഭാവികമായിട്ടും അതിന് സ്പീഡ് കൂടും അല്ലെ. തടുക്കാനൊന്നുമില്ല, അതിന് ഫ്രിക്ഷൻ കുറവായിരിക്കും. ഓക്കെ, താങ്ക് യു മീര. അപ്പോ ശരി. അപ്പോ
എന്താ നമ്മുടെ പർവ്വതക്കാറ്റ് പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പർവ്വതക്കാറ്റ് രാത്രികാലങ്ങളിൽ കേട്ടോ, രാത്രികാലങ്ങളിൽ ഇതും സ്റ്റേറ്റ്മെന്റിന് പറ്റിയൊരു ക്വസ്റ്റ്യന്. രാത്രികാലങ്ങളിൽ പർവ്വതച്ചരിവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ് കേട്ടോ. മുകളിലെ വായു സ്വാഭാവികമായിട്ടും തണുക്കും, ഉയരത്തിൽ തണുപ്പാണല്ലോ. അപ്പൊ അവിടുന്ന് അന്തരീക്ഷം തണുത്ത് താഴോട്ട് ഇറങ്ങും. അപ്പൊ താഴ്വരയിലാണ് നമ്മുടെ വീടെങ്കിൽ നല്ല തണുപ്പായിരിക്കും. പക്ഷേ പകൽ എന്തുവാണ്, സൂര്യതാപമേറ്റ് നമ്മുടെ ഈ താഴ്വരയിലെ വായു വികസിച്ചുയരുകയും ചെയ്യും. അപ്പൊ പർവ്വത മുകളിലേക്കായിരിക്കും കാറ്റ്. അതിനെ എന്തോ നമ്മൾ പറയുന്നേ, വാലി ബ്രീസ് അല്ലെങ്കിൽ താഴ്വരക്കാറ്റ് കേട്ടോ. മറ്റേത് മൗണ്ടൻ ബ്രീസ്, പർവ്വതക്കാറ്റ്. ഓക്കെ, ഇനി മൺസൂൺ കാറ്റുകളാണ് നമ്മുടെ. അപ്പൊ കാറ്റിന്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉഷ്ണകാലത്ത് കേട്ടോ, ഉഷ്ണകാലത്ത് ദക്ഷിണേഷ്യൻ വൻകര, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂട് പിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. അപ്പൊ കൂട്ടുകാർ, ഈ ദക്ഷിണേഷ്യൻ വൻകര എന്ന് പറയുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളുണ്ട്? ഇന്ത്യയുണ്ട്. അത് ഓക്കെ. അടുത്തത് ഇന്ത്യ, ശ്രീലങ്ക, ചൈന, നേപ്പാൾ. ചൈന വരത്തില്ല കേട്ടോ. ഓക്കെ. എന്നാലും മെയിനായിട്ട് അഫ്ഗാനിസ്ഥാൻ വരും, ബംഗ്ലാദേശ് വരും, ഭൂട്ടാന്, ഇന്ത്യ, മാൽഡീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. ഇത്രയുമാണ് നമ്മൾ സൗത്ത് ഏഷ്യ ആയിട്ട് പറയുന്നത് മെയിനായിട്ട് കേട്ടോ. ഓക്കെ, പറഞ്ഞതേ ഉള്ളേ. അപ്പോ ഈ ഒരു ഏരിയയില് ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. താരതമ്യേന അപ്പം ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും, ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് കാറ്റ് വീശും. അപ്പൊ കോറിയോളിസ് പ്രഭാവം കൊണ്ട് നമ്മുടെ തെക്ക് പടിഞ്ഞാറ് നിന്ന് വീശുന്ന കാറ്റ് നമ്മുടെ ഭാഗത്തോട്ടാ, കേരളത്തിലോട്ടാ കയറുന്നത് അല്ലേ? അതെ, ആ കേരളത്തിലോട്ട് ലഭിക്കുന്ന മഴയാണ് എന്ത്, നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂണ്. അപ്പോ ഇതിന് നമ്മുടെ മലയാളത്തിൽ എന്തുവാണ് പറയുന്നത്? നമ്മൾ അല്ലാതെ പറയത്തില്ലേ ഈ മഴയ്ക്ക്? അതെ, ഇടവപ്പാതി അല്ലേ? ഇടുക്കിയിലെ തെക്കുംപടി ജോൺസെ എന്ന് ഓർത്താ മതി. ഓക്കെ, അപ്പോ ശൈത്യകാലത്ത് ദക്ഷിണേഷ്യ ഉൾപ്പെടുന്ന ഉത്തര വൻകര ഭാഗങ്ങള് കൊടും ശൈത്യത്തിന്റെ പിടിയിൽ അമരുന്നതിനാൽ ഉത്തരേന്ത്യക്ക് മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇതിനാല് കരയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്കുകിഴക്ക് ദിശയിൽ നിന്നും കാറ്റ് വീശുന്നു. ഈർപ്പരഹിതമായ ഈ കാറ്റുകളെ നമ്മൾ വടക്കുകിഴക്കൻ മൺസൂൺ കാറ്റെന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ചിത്രം നമുക്കൊന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് ആദ്യം കേരളത്തിലോട്ട് കയറുന്നുണ്ട്, പക്ഷെ ഒരു ഭാഗം ഗതി മാറി തിരിച്ച് ഇങ്ങനെ ചുറ്റി പോകുന്നുണ്ടല്ലേ. ചുറ്റി പോയിട്ട് എവിടൊക്കെയാ മഴ പെയ്യുന്നത്? നമ്മുടെ നോർത്ത് ഈസ്റ്റിലും മഴ പെയ്യുന്നുണ്ട്, ബംഗാളിലും ഒക്കെ മഴ പെയ്യുന്നുണ്ട് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് കണ്ടോ. ശ്രീലങ്ക മുനമ്പ് ഇങ്ങനെ ചുറ്റി പോവുകയാണ്. അതേസമയം രണ്ട് ബ്രാഞ്ചായിട്ട് പോവുകയാണ്, അറബിക്കടൽ ശാഖയും ബംഗാൾ ശാഖയായിട്ട് പോവുകയാണ്. അപ്പൊ അതേസമയം നമ്മുടെ വടക്കിഴക്കൻ മൺസൂണോ, ഇതില് ഒരു കാര്യം കൂടെ, ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളയാ. നമ്മുടെ ഈ ഇടവപ്പാതി മഴ ഏതൊക്കെ ഭാഗങ്ങളിലാ കൂടുതൽ മഴ പെയ്യുന്നതെന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കേരളം അല്ലെ, തമിഴ്നാട് വരത്തില്ല. കേരളം, കർണാടക വരും. പിന്നെ എന്താണ്, ചുറ്റിപ്പോയിട്ട് ബംഗാളൊക്കെയാ, നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളാ. നമുക്ക് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ വരാൻ കാരണമായ മൺസൂൺ, അതെ, വടക്കിഴക്കൻ മൺസൂണാ കേട്ടോ. ഒന്നാമതേ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് മലനിരകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുവായോണ്ടും കൂടാണ് ഇപ്പുറത്തോട്ട് പിന്നെ അങ്ങ് കയറി പോവാത്തത്. ആ കാറ്റിനെ തടഞ്ഞു നിർത്തി നമ്മുടെ ഇവിടെ മഴ പെയ്ക്കുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് ആണ് അല്ലെ. ശരി, ഇനി നമ്മുടെ പ്രാദേശിക വാതകങ്ങൾ. പ്രാദേശിക വാതകങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ പ്രദേശത്തിലെ വാദങ്ങളാണ്, മറ്റിടത്ത് കാണാൻ പറ്റത്തില്ല. അപ്പൊ പ്രാദേശികമായ പേരുകളുമാണ് ഇതിന് ഉള്ളത്. അപ്പൊ ആദ്യത്തെ നമ്മൾ മുമ്പേ പറഞ്ഞത് തന്നെ ലൂ, നമ്മുടെ ഉത്തരേന്ത്യൻ സമതലത്തില് ഉഷ്ണക്കാറ്റ് കേട്ടോ, വരണ്ട ഉഷ്ണക്കാറ്റാണ് അതും. ചിനൂക്ക് എവിടത്തെയാണ്? നമ്മുടെ
വടക്കേ അമേരിക്കയിലെ വടക്കേ അമേരിക്കയിലെ റോക്കി മൗണ്ടൻസ് കേട്ടോ, റോക്കി മൗണ്ടൻസ്. ഉം. ആ പേര് കേൾക്കുമ്പോഴേ നമുക്ക് തോന്നണം അമേരിക്കയാണ്. റോക്കി മൗണ്ടൻസിലെ പർവ്വതച്ചെരിവ്. റോക്കി ബൈ അതെ, റോക്കി വൈ. അപ്പൊ അവിടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഇനി അടുത്തത് ഫൊൻ. ഫൊൻ എന്ന് പറയുന്നത് നമ്മുടെ ആൽപ്സ് പർവ്വതങ്ങളിൽ, അത് യൂറോപ്പിലാണേ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതച്ചെരിവില് പോകുന്ന ഈ ഉഷ്ണക്കാറ്റാണ് നമ്മുടെ ഫൊൻ എന്ന് പറയുന്നത്. പിന്നെ ഹർമാറ്റൻ എവിടെയാണ് കൂട്ടുകാരെ കാണുന്നത്? ആഫ്രിക്കയിലെ സഹാറ അറിയാലോ, ഡെസേർട്ട് അല്ലേ? ഏറ്റവും വലിയ ഡെസേർട്ട് അല്ലേ? അതെ, ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട് ആണ് സഹാറ. നമ്മുടെ ഡെസേർട്ട് ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിലെ ഡെസേർട്ടിന്റെ താറ് രാജസ്ഥാനിലെ. അപ്പൊ കൊടും ചൂടിന് കേട്ടോ, അവിടെ അറിയാലോ ആഫ്രിക്കയിൽ ഒന്നാമതേ ഭയങ്കര ചൂടാ. അപ്പൊ ആ ചൂടിനൊരു ആശ്വാസം കിട്ടും ഈ ഹർമാറ്റന്. അപ്പോ ലൂവ് നമ്മുടെ ഉത്തരേന്ത്യൻ ഉഷ്ണക്കാറ്റ്, ചിനൂക്ക് വരണ്ട ഉഷ്ണക്കാറ്റ് അമേരിക്കയിലെ റോക്കി മൗണ്ടൻസിൽ കേട്ടോ. ഫൊന്ന് യൂറോപ്പിലാണ് ആൽപ്സ് പർവ്വതച്ചെരിവില്. പിന്നെ ഹർമാറ്റൻ അത് നമ്മുടെ ആഫ്രിക്കയില്. ഓക്കെ, ഇനി നമുക്ക് അസ്ഥിരവാദങ്ങൾ, അതായത് കുറച്ചു കാലം മാത്രം നിൽക്കുന്ന വാദങ്ങൾ, അതായത് ഈ ചെറിയ ചുഴലിക്കാറ്റും അല്ലെ കൊടുങ്കാറ്റായിട്ട് മാറുന്നതൊക്കെ ഇത് തന്നെ. ശക്തി കൂടുമ്പോഴാണ് കൊടുങ്കാറ്റായിട്ട് മാറുന്നത്. അപ്പോ ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് അവിടെ ഇപ്പം പ്രഷർ ഇല്ല, എയറിന്റെ പ്രഷർ ഇല്ല. അവിടെ ചുറ്റുപാടുകളിൽ നിന്ന് ശക്തമായി കാറ്റിങ്ങനെ ചുഴറ്റി വീശുന്ന ഒരു ഒരു പ്രക്രിയയാണ് ഈ ചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾക്ക് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ. മിതോഷ്ണ മേഖല ഏത് ഡിഗ്രി ആയിരുന്നു ഓർമ്മയുണ്ടോ? 30 ഡിഗ്രി കേട്ടോ. 30 ഡിഗ്രി സൗത്തും നോർത്തും വരും. അപ്പൊ മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് വ്യാപ്തി കുറവാണെങ്കിലും കൂടുതൽ വിനാശകാരികളാണ്. ചെറിയതായിരിക്കും, റേഡിയസ് കുറവായിരിക്കും, പക്ഷെ ഡേഞ്ചറസാ. അപ്പൊ ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാതം രൂപം കൊള്ളുന്നത്. ഓക്കെ, അതിപ്പം നമുക്ക് ഓർത്തു വെക്കാം അല്ലെ. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാതം രൂപം കൊള്ളുന്നത്. അതേസമയം കൂട്ടുകാരെ, ഈ സൈക്ലോണുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കൂടുതലും അങ്ങനെ ഈ കാറ്റുകൾ വന്നാല് അതിനെ എന്താണ് നമ്മൾ പറയുന്നത്? ഹറിക്കേൻ ആണോ, സൈക്ലോൺസ് ആണോ? സൈക്ലോൺ ബംഗാൾ ഉൾക്കടലൊക്കെ സൈക്ലോൺ ആണ്. അപ്പൊ നമ്മുടെ ഈ എന്തോ ഇന്ത്യൻ മഹാസമുദ്രത്തിലായാലും അത് തന്നെ. ഹറിക്കെയിൻസ് എവിടെയാണ് കാണുന്നത്? കരീബിയൻ ദ്വീപായിരുന്നു. ഈ പസഫിക്കിലൊക്കെ സൈക്ലോൺ തന്നെ അല്ലേ? പസഫിക്കില് അല്ലല്ലോ, പിന്നെന്താണ്? നമ്മുടെ മാത്രമല്ലയോ പറയുന്നേ? അല്ല, ഞാൻ അല്ലാതെ ചോദിച്ചാ, ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഇല്ല, അത് ഓർമ്മയില്ല. പസഫിക് ഹരിക്കെയിൻസ് നോർത്ത് അറ്റ്ലാന്റിക്കിലൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ സൈക്ലോൺസ് അല്ലേ? ശരി. അപ്പൊ പസഫിക്കിലും ഹറിക്കെയിൻസ് തന്നെ ആയിരിക്കും വരുന്നത്. അതിന്റെ ഇപ്പുറം സൈഡ് തന്നെ അല്ലേ? സത്യം പറഞ്ഞ ഈ വേൾഡ് മാപ്പ് നോക്കിയാല് അമേരിക്കയുടെ ഒക്കെ ഇപ്പുറത്തായിട്ട് വരും ജപ്പാനൊക്കെ, അവരുടെ ലൊക്കേഷൻ അല്ലേ? നമ്മള് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ദൂരം ഉള്ള പോലെ തോന്നും. അപ്പൊ ആണ് കേട്ടോ, നമ്മുടെ ഹറിക്കെയിൻസ് ഒക്കെ പസഫിക് തീരങ്ങളിൽ, അറ്റ്ലാന്റിക് തീരങ്ങളിലൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. സൈക്ലോൺസ് നമ്മുടെ ആണ് കേട്ടോ, നമ്മുടെ ഭാഗങ്ങളിൽ. ശരി, അപ്പൊ എവിടം വരെയായിരുന്നു നമ്മളിപ്പോ പറഞ്ഞത്? ഉഷ്ണമേഖലാ ചക്രവാതങ്ങളോ എങ്ങനെ ഉണ്ടാവുന്നല്ലേ? ഉത്തരാർദ്ധ ഗോളത്തില് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് നീങ്ങുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ തീരം തൊടുന്നതോടെ നിർജീവമാവും. പിന്നെ അതങ്ങ് തീരുക. അപ്പൊ കരയിലെ താപ സാഹചര്യങ്ങള് കടലിൽ നിന്ന് വ്യത്യസ്തമായതും കരയിൽ ഘർഷണം കൂടുതലായതും കൊണ്ടാണ് നമ്മുടെ ഈ ഉഷ്ണമേഖലാ ചക്രവാതം കരയിൽ കയറുന്നതോടെ, അതെ, ഫ്രിക്ഷൻ മൂലമാണ് കേട്ടോ. കരയുള്ളതുകൊണ്ട്, ഫ്രിക്ഷൻ ആയതുകൊണ്ട് ഇതിങ്ങനെ കറങ്ങി അതിന്റെ എനർജി അങ്ങ് തീരുക. അതുകൊണ്ട് അത് നിന്ന് പോവും. ശരി, നള്ളിഫൈ ആയി പോവും. തീരദേശങ്ങളിലെ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴയ്ക്കും കാരണമാകുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ
ഹറിക്കെയിൻസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നത്. ടൈഫൂണ്, ഉം. വില്ലീസ്, ടൊർണാഡോ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. ടൊർണാഡോ, ഈ സായിപ്പന്മാരുടെ ഒത്തിരി സിനിമകളുണ്ട്, ടൊർണാഡോ ഷാർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ടൊർണാഡോ, ഉം. അപ്പൊ അത് ഓർത്താ മതി. ടൊർണാഡോ ഒക്കെ അവിടുത്തെയാണ് അല്ലേ. ഇനി ഓസ്ട്രേലിയ വില്ലീസ്, ചൈന ടൈഫോൺസ്, ചൈന ടൊർണാഡോ ടൈഫൂൺസ്. ആ ടൊർണാഡോ അമേരിക്കയാണെന്ന് തോന്നുന്നു. ടൊർണാഡോ അമേരിക്ക കേട്ടോ. ആ ആ ഓക്കെ, വില്ലീസ് ഓസ്ട്രേലിയ അല്ലേ. ആ ശരി. ലാ വെച്ച് ഓർത്താ മതി. ഓസ്ട്രേലിയ ഓസ്ട്രേലിയ, വില്ലീസ്. പിന്നെ വില്ലീസ്. ഓക്കെ. ചൈ അങ്ങനെ ഓർത്ത് നോക്കും. ചൈന ടൈഫോൺസ്. ഓ ശരി. ചൈന ടൈഫൂൺ. ചൈന ആ ടൈഫൂൺ. ഓക്കെ. ഉം. ഓക്കെ. കൂട്ടുകാരെ, നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓരോ ഷോർട്ട് കട്ടുകളൊക്കെയാ പറയുന്നത്. ഞാൻ അങ്ങനെ ഓർത്ത് വെച്ചേക്കുന്നത്. നമ്മള് ഓരോരുത്തരും ഓരോ രീതിക്ക് ഓർത്ത് വെക്കും. പറയാൻ പോലും പറ്റാത്ത പോലൊക്കെ ഓർത്ത് വെക്കും ഓരോന്ന്. എന്തോ പുലിയ. അപ്പോഴ് നമ്മുടെ മിതോഷ്ണ മേഖലയിലെ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന വാതമുഖങ്ങളിലാണ് മിതോഷ്ണ മേഖല ചക്രവാതം ജന്മമെടുക്കുന്നത്. ഓക്കെ, ഉഷ്ണവായുവും ശീതവായുവും കേട്ടോ, തണുത്ത വായുവും ചൂടുവായുവും കൂടെ സന്ധിക്കുന്ന ഭാഗങ്ങളിലാണ് മിതോഷ്ണ മേഖല ചക്രവാതം ജന്മമെടുക്കുന്നത്. അപ്പൊ ഉഷ്ണമേഖല ചക്രവാതത്തെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാതങ്ങളുടെ റേഡിയസ് കൂടുതല, വ്യാപ്തി കൂടുതല. പക്ഷെ ഇത് അത്ര ഡേഞ്ചറസ് അല്ല, വിനാശകാരിയല്ല. ഉഷ്ണമേഖല ചക്രവാതത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം ന്യൂനമർദ്ദ വ്യവസ്ഥകൾക്ക് വൻകരകൾക്ക് മുകളിലൂടെ നീങ്ങാൻ പറ്റും കേട്ടോ. നേരത്തെ അത് നിന്നു പോവായിരുന്നു ഫ്രിക്ഷൻ കാരണം. പക്ഷെ ഇത് വൻകരകൾക്ക് മുകളിലൂടെ നീങ്ങാൻ പറ്റും. ഏത്? അപ്പൊ ഇത് മറന്നു പോവല്ലേ കേട്ടോ. ഇത് നല്ലൊരു ചോദ്യത്തിന്. അതെ, മിതോഷ്ണ ചക്രവാതം. രണ്ടും രണ്ടായിട്ട് പഠിക്കണം. മിതോഷ്ണ ചക്രവാതവും ഉഷ്ണമേഖലാ ചക്രവാതവും. ശരി. ഉഷ്ണമേഖല എന്ന് പറയുമ്പോഴേ ഓർത്തോണം, അത് വലിയ ഇതില്ല, വിനാശകാരിയല്ല. ഓ സോറി, ഉഷ്ണമേഖല വിനാശകാരിയാണ്. ചെറുതാണെങ്കിലും വിനാശകാരിയാണ്. മിതോഷ്ണ മേഖലയിലെ നമ്മുടെ ചക്രവാതമാണെങ്കിൽ വലുതാണ്, പക്ഷെ വിനാശകാരിയല്ല. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്? പ്രതിചക്രവാതം. അപ്പൊ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും, ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും പുറത്തേക്ക് ലോ പ്രഷർ ഏരിയയിലേക്ക് കാറ്റ് ചുഴറ്റി വീശുക. നേരത്തെ എങ്ങോട്ടായിരുന്നു? അകത്തോട്ടായിരുന്നു. അപ്പൊ നേരത്തെ ആന്റി ക്ലോക്ക് വൈസ്, ഇപ്പം ക്ലോക്ക് വൈസും ആയി. അപ്പോ ഇത് പ്രതിചക്രവാതം കാര്യമായ വലിയ അപകടങ്ങളൊന്നും അങ്ങനെ സൃഷ്ടിക്കുന്നില്ല അല്ലെ. ഒരു ഡിസ്റ്റർബൻസ് സൃഷ്ടിക്കുന്നില്ല, അന്തരീക്ഷ പ്രക്ഷുബ്ധതകൾ സൃഷ്ടിക്കുന്നില്ല. ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് പ്രതിചക്രവാതത്തിൽ കാറ്റ് ചുറ്റുന്നത്. ഓക്കെ, എപ്പോഴും ചോദിക്കുന്നയാ ഡയറക്ഷന് കേട്ടോ. ഓർത്താ മതി, പിന്നെ നമുക്ക് ഓർമ്മ നിൽക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പഠിച്ചു വെക്കാം. പ്രതിചക്രവാതങ്ങളിലെ എവിടുന്ന് എങ്ങോട്ടാണ് കാറ്റ് ചുഴറ്റി എറിയുന്നത്? ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കാണ് അല്ലെ. ഓക്കെ, പക്ഷെ അതിന്റെ ഡയറക്ഷനും അപ്പൊ ഓർത്ത് വെച്ചോണം. നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ക്ലോക്ക് വൈസും, നമ്മുടെ സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസും ആണ്. അപ്പൊ പ്രതിചക്രവാതം. അതേസമയം നമ്മുടെ സാധാ ചക്രവാതം ആണെങ്കിലോ ആന്റി ക്ലോക്ക് വൈസും ദക്ഷിണാർത്ഥത്തില് ക്ലോക്ക് വൈസും. അപ്പൊ അത് ശ്രദ്ധിച്ചോണം കേട്ടോ, റിവൈസ് ചെയ്യണം. ഒരെണ്ണം ഓർത്തിട്ട് നേരെ ഓപ്പോസിറ്റ് ആക്കണം മറ്റേത്, അല്ലെ നമുക്ക് മറന്നുപോകും. പിന്നെ ഒരു കാര്യമുണ്ട്, എത്ര നമ്മൾക്ക് അറിയാമെങ്കിലും ആ സമയത്ത് അവിടെ ഇരുന്ന് എന്തെങ്കിലും പൊട്ടത്തരം കാണിക്കും. അതാ ഞാനിപ്പോ അങ്ങനെ വരുമ്പോ അതങ്ങ് വിട്ട് കളയും, ആദ്യമേ മാർക്ക് ചെയ്യത്തില്ല. പിന്നെ കുറച്ച് സമയം നമുക്ക് കിട്ടുമ്പോഴാ പിന്നെ ആലോചിച്ച് നോക്കിയിട്ട് ചെയ്യും. അപ്പോ നമ്മുടെ ആർദ്രത. പറഞ്ഞോളൂ. എന്തോ ജോബിനെ എന്തോ കേട്ടില്ല ജോബിനെ. ശരി. അപ്പോ ആർദ്രതയുടെ ക്വസ്റ്റ്യൻ സ്ഥിരം വരുന്നതാ അല്ലെ, ഹ്യൂമിഡിറ്റി. അപ്പോ ജലം ചൂടാവുമ്പോൾ നീരാവിയായിട്ട് ഉയർന്നു പോകുന്നതാണ് നമ്മുടെ ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ബാഷ്പം, അന്തരീക്ഷത്തിൽ ബാഷ്പം ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ ഈ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ തണുപ്പൊന്നും അല്ല, അപ്പോഴും നല്ല ചൂട് തന്നെ തോന്നത്തുള്ളൂ അല്ലേ.
ആർദ്രത നിലനിൽക്കുമ്പോഴും ചൂടേ നമുക്ക് അനുഭവപ്പെടത്തുള്ളൂ. അതെ അതെ ഉഷ്ണമാണ്, ഉഷ്ണം. അതാണ് നമ്മൾ വിചാരിക്കുമോ നീരാവി നിൽക്കുമ്പോ ചിലപ്പോ തണുപ്പായിരിക്കും എന്നൊക്കെ ഓർക്കും. പക്ഷെ അല്ല കേട്ടോ, ചൂടാ, ഭയങ്കര ഉഷ്ണമായിരിക്കും തോന്നുന്നത്. അപ്പോ നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷ ജലത്തിന്റെ യഥാർത്ഥ അളവിനെ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത് കേട്ടോ, ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അപ്പൊ ഓരോ പ്രദേശത്തെയും അന്തരീക്ഷ താപനില അനുസരിച്ച് അത് മാത്രമല്ല, നമ്മുടെ ജലസ്രോതസ് അല്ലെ, ആറും അരുവിയും ഒക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഹ്യൂമിഡിറ്റി ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പൊ ജലസ്രോതസ്സിന്റെ ലഭ്യതയും അനുസരിച്ച് അന്തരീക്ഷ ജലത്തിന്റെ അളവിൽ ഏറ്റക്കുറച്ചിലും ഉണ്ടാവുന്നുണ്ട്. ഒരു നിശ്ചിത ഊഷ്മാവില് അന്തരീക്ഷവായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിന് ഒരു പരിധിയുണ്ട്. എത്രത്തോളം ഈ ജലത്തിന്റെ കണികകളെ പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് ഈ വായുവിലെ നമ്മുടെ വായുവിന് അല്ലെ, വായുവിലെ മോളിക്യൂൾസിന്. അപ്പോ ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷവായുവിൽ അടങ്ങിയിട്ടുള്ള ജലത്തിന്റെ യഥാർത്ഥ അളവും ആ നിർണായക ഊഷ്മാവിൽ വായുവിനാകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലാംശവും തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ അത് കണക്കാക്കാം? കേവല ആർദ്രത നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു, ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എത്ര ജലം ഉണ്ടെന്ന് ഉള്ള യഥാർത്ഥ അളവ്, അത് ഡിവൈഡ് ബൈ അന്തരീക്ഷത്തിന്റെ ആകെ ജലാകിരണ ശേഷി, എത്രത്തോളം ജലത്തിന്റെ കണികളെ അതിനെ പിടിച്ചു വെക്കാൻ പറ്റും. അതെ, മൾട്ടിപ്ലൈഡ് ഗുണനം ബൈ എന്താണ് 100. അപ്പോ ഇതൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരത്തില്ല, പക്ഷെ നോക്കി വെക്കാം. ആപേക്ഷിക ആർദ്രത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണേ വരാം, ഇല്ലയോ? അതെ, ഇനി ചോദിക്കാം. അതെ, നമുക്ക് പറയാൻ പറ്റത്തില്ല. ആപേക്ഷിക ആർദ്രത. അപ്പോ ഇന്നലെ നമ്മള് മീര ഇത് നമ്മുടെ സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കുന്ന ഒരു ഇത് പഠിച്ചായിരുന്നു, ഇക്വേഷന്. അത് നമുക്ക് ഇപ്പൊ ലാസ്റ്റ് പോലീസ് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചായിരുന്നത്. അപ്പോ ഹൈഗ്രോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ ആർദ്രത അളക്കാൻ. അതെ, ഈ അന്തരീക്ഷ ആർദ്രത ഹ്യൂമിഡിറ്റി അളക്കാൻ വേണ്ടിയുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. നമ്മൾ നേരത്തെ വേറൊരെണ്ണം പഠിച്ചായിരുന്നു, നമ്മുടെ വിൻഡ് ഡയറക്ഷൻ. അതെ, അനിമോമീറ്റർ. പിന്നെ വിൻസ് വെയിന് അല്ലേ, കാറ്റിന്റെ ദിശ അറിയുന്നത്. ഓക്കെ. അപ്പോ നമ്മുടെ അന്തരീക്ഷം പൂർണ്ണമായി ജലപൂരിതമാകുന്ന അവസ്ഥ കേട്ടോ, മൊത്തം നല്ലപോലെ അങ്ങ് സാച്ചുറേറ്റഡ് ആയിട്ട് വരുന്ന അവസ്ഥയാണ് പൂരിതാവസ്ഥ. നിറഞ്ഞിരിക്കുക. അപ്പൊ ഈ പൂരിതാവസ്ഥ വന്നു കഴിഞ്ഞാൽ മഴ പെയ്യും അല്ലേ? അപ്പൊ പിന്നെന്താണ്? അന്തരീക്ഷം ജലപൂരിതമാവുന്ന നിർണായക ഊഷ്മാവിനെ സാച്ചുറേഷൻ പോയിന്റ് അല്ലെങ്കിൽ പൂരിതാങ്കം എന്ന് വിളിക്കുന്നത് കേട്ടോ. പൂരിതാങ്കം അല്ലെങ്കിൽ സാച്ചുറേഷൻ പോയിന്റ്. ഏത്? ആ ഒരു ടെമ്പറേച്ചർ മുഴുവന്, അന്തരീക്ഷം മുഴുവൻ ഈ ജലത്തിന്റെ കണിക നിറയുന്ന ടെമ്പറേച്ചർ ആണ് സാച്ചുറേഷൻ പോയിന്റ്. അപ്പോ അന്തരീക്ഷം മുഴുവൻ ഈ ജലം നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? ഘനീകരണം അല്ലേ? ഇതിന്റെ ക്വസ്റ്റ്യൻ സ്ഥിരം വരുന്നതാ, നോക്കി വെച്ചോ. അപ്പം ഘനീകരണം, അതായത് ചെറിയ ജലകണികകളായിട്ട് മാറും ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈ നീരാവിയായിട്ട് നിൽക്കുന്ന ഈ ജലം കണികളായിട്ട് മാറാൻ പോവാ. അപ്പൊ നമുക്കറിയാം, നമ്മള് രാവിലെ നമ്മുടെ പുല്ലിന്റെ ഒക്കെ തുമ്പി കാണുന്നത് അല്ലേ, നമ്മള് മഞ്ഞുതുള്ളി ഇങ്ങനെ നമ്മൾ ഈ റീലിലൊക്കെ എപ്പോഴും. അതെ, തുഷാരം, ഡ്യൂ. എന്തോ അതെ, ഇത് സ്ഥിരം വരുന്ന ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മുടെ ഈ മൂടൽമഞ്ഞിനെ കുറിച്ചും ഹിമത്തിനെ കുറിച്ചും ഒരു 3-4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നായിരുന്നു ഒരു ഇടയ്ക്ക്. അതെ, മേഘം ഇപ്പൊ സ്ഥിരം ചോദിക്കുന്ന പറഞ്ഞ തൂവൽക്കെട്ട് പോലെയുള്ള മേഘം, സിറസ് അല്ലേ? എന്തോ പൊന്മുടി. ജോബിനെ ഒന്നും കേൾക്കാൻ വയ്യ. പൊന്മുടി എന്നാ പറഞ്ഞത്, അത് എനിക്ക് മനസ്സിലായില്ല. മഞ്ഞുണ്ടോ? അതെ, അത് അവിടെ ഇപ്പൊ എന്താണ് കാണുന്നത്? മൂടൽ മഞ്ഞ അല്ലയോ? അതെ. അപ്പൊ നമ്മുടെ ഈ തുഷാരം അതിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ഈ റീലിലൊക്കെ സ്ഥിരം കാണുന്ന ഓരോരുത്തർ ഈ പുല്ലു അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഇങ്ങനത്തെ ചെടികളുണ്ടല്ലോ, അതൊക്കെ പറിച്ചിട്ട് കണ്ണിൽ ഇങ്ങനെ തേക്കുന്നത്, അത് ഈ തുഷാരം. നല്ല തണുപ്പാപ്പം. രാത്രി കാലത്ത് ഭൗമ ഉപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി
പുൽക്കൊടികളിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു. ഒന്നുമില്ല, നമ്മുടെ തണുപ്പത്ത് അന്തരീക്ഷം തണുക്കുമല്ലോ, ഭൗമ ഉപരിതലവും തണുക്കും. അപ്പൊ അതിനനുസരിച്ച് അന്തരീക്ഷത്തിലുള്ള നമ്മുടെ എന്താണ്, നമ്മുടെ ഈ പണ്ട് വെള്ളം നമ്മൾ ഒഴിച്ചു വെക്കുമല്ലോ ഒരു മൺപാത്രത്തില്, കൂജ കൂജയിൽ എന്തോ സംഭവിക്കുന്നത്? ഇത് തന്നെ, എങ്ങനെ അത് കൂളായിട്ടിരിക്കുന്നത് എപ്പോഴും? അതെ, പോർസിലൂടെ ഇങ്ങനെ വിയർക്കുന്ന പോലെ ഇങ്ങനെ വെള്ളം വന്ന് ഇത് തണുക്കും, പാത്രം മൊത്തമായിട്ട് തണുക്കുകയും ചെയ്യും അല്ലേ? എന്നിട്ട് അകത്തുള്ള വെള്ളം ഇങ്ങനെ തണുത്തിരിക്കും. അപ്പൊ അത് മാത്രമല്ല, വെളിയിൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ജലത്തിന്റെ കണികകളും കൂടെ ഇതിനകത്ത് ഇങ്ങനെ രൂപപ്പെടാൻ തുടങ്ങും തണുത്തിട്ട്. ഓക്കെ. പിന്നെ ബയോളജി ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ തുഷാരം മാത്രമല്ല, അല്ലാതെയും നമ്മുടെ ഇലയുടെ തുമ്പത്ത് ഇതുപോലെ വെള്ളം വരും. കാരണം എന്താ, രാത്രിയിലും ഈ സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ട്. അപ്പൊ അതെ, ഇതിന്റെ ദ്വാരങ്ങളുണ്ടല്ലോ. പറഞ്ഞോളൂ. സ്വേദനമൊക്കെ നടക്കുന്നത്. അതെ, അപ്പോ ഇതില് അംശിക സ്വേദനം അല്ലേ? അപ്പോ ഇതില് നമ്മുടെ ഇലകളിൽ കൂടെ നീരാവി ഇങ്ങനെ പോകുന്നുണ്ട്, ആ നീരാവിയും തണുക്കുന്നുണ്ട്. ആ ദ്വാരങ്ങൾ ഏതാണ്? സ്റ്റൊമാറ്റ, കേട്ടോ? അപ്പൊ അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. ശരി, അത് പറഞ്ഞേ ഉള്ളേ. അപ്പൊ എന്തോ സ്റ്റെമ്മിലും റൂട്ടിലും ലെന്റിസെൽ എന്നല്ലേ പറയുന്നത്? അതെ, ലെന്റിസെൽ എന്നാണ് പറയുന്നത്, ലീഫിലെ സ്റ്റൊമാറ്റ. ഓക്കെ. അപ്പോ ഹിമം നമ്മുടെ അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി കുറയുന്ന പ്രദേശങ്ങളില്, അതെന്ന് പറഞ്ഞാൽ മഞ്ഞാണ് അല്ലേ ഹിമം? നമ്മുടെ കാശ്മീർ, ഹിമാചൽ പ്രദേശ് എല്ലാം ഉള്ള സാധനമാണ്. അപ്പോ രാത്രി കാലങ്ങളില് തുഷാരത്തിന്റെ സ്ഥാനത്ത് ഹിമകണികളാണ് രൂപം കൊള്ളുന്നത്. കാരണം എന്താ? 0 ഡിഗ്രി സെൽഷ്യസാ. ഓക്കെ, അത് പറഞ്ഞപ്പോഴാ ഇന്നലെ നമ്മള് ഒരു കാറ്റിനെ കുറിച്ച്, കാറ്റല്ലല്ലോ, ഒരു ശീതജല പ്രവാഹത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മുടെ കാനഡയില് മാസങ്ങളോളം ഈ തണുത്ത കാലാവസ്ഥ, അതിന് കാരണമായത് ഓർമ്മയുണ്ടോ? വന്നവര് പറയൂ. അതെ, വന്നവര് പറയും. മറന്നുപോയോ? ലാബ്രഡോർ കരണ്ട്. പിന്നെ ഏതായിരുന്നു? വേറെണ്ണം കൂടെ പറഞ്ഞായിരുന്നു, മറന്നോ? അതേണ്ടേ, ഗൾഫ് സ്ട്രീം, ലാബ്രഡോർ. ദേണ്ടേ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ കരണ്ടും. ഇത് ഈയിടെ ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടോ, ഗൾഫ് സ്ട്രീമിന്റെ കാര്യം. കാലിഫോർണിയ സ്ട്രീം, ഗൾഫ് സ്ട്രീം, നോർവീജിയൻ, ഇത് വന്നതാ. അതെ, അറ്റ്ലാന്റിക്, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ഇതൊക്കെ ഇത് വന്നതാ കേട്ടോ, ഇത് നോക്കണം ഇതും. ശരി, കണ്ടോ, ലാബ്രഡോർ പ്രവാഹവും ഗൾഫ് സ്ട്രീമും, ഇത് രണ്ടും നമ്മുടെ ഈ കാനഡയിലെ തണുപ്പിന് ഭയങ്കരമായിട്ട് കൂടാൻ കാരണമാണ്. ഓക്കെ, ആരും ഇന്നലെ പഠിച്ചില്ല, അതാ. അപ്പോൾ നമ്മുടെ മൂടൽമഞ്ഞ് എന്ന് പറയുമ്പോ എന്താണ്? നമ്മൾ സ്ഥിരം വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രിയാവുന്ന സമയത്തൊക്കെ കാണുന്നയാ. എന്താണ്? നമുക്ക് വഴി കാണാൻ പറ്റത്തില്ല. പിന്നെ അന്തരീക്ഷം തണുക്കുമ്പോൾ എന്തോ, നീരാവി ഘനീഭവിച്ച് ജലകണികളായിട്ട് അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കും അല്ലേ? അപ്പൊ ഈ അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളില് പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഘനീകരണം നടക്കുന്നത്. അപ്പൊ അങ്ങനെ മൂടൽമഞ്ഞ് ഉണ്ടാകുന്നു. അപ്പൊ മൂടൽമഞ്ഞിലൂടെ ഉള്ള കാഴ്ചയെ അടിസ്ഥാനമാക്കിയിട്ട് അവയെ നേർത്ത മൂടൽമഞ്ഞെന്നും കടുത്ത മൂടൽമഞ്ഞെന്നും പറയും. അതായത് നേർത്ത മൂടൽമഞ്ഞിൽ കൂടെ നമുക്ക് കുറച്ചൊക്കെ കാഴ്ച സാധ്യമാണ്, മിസ്റ്റ് എന്ന് പറയും, ചെറിയ ഇത്. കനത്ത മൂടൽമഞ്ഞാണെങ്കിൽ ഫോഗ് എന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നിറയെ പുകയും അതേപോലെ കരിയുടെ, കാർബണിന്റെ ഒക്കെ അളവ് കൂടുതലാണെങ്കിൽ ഈ ഫോഗ് വേറൊരു രൂപത്തിലോട്ടാവും. എന്താണ്? സ്മോഗ് എന്ന രൂപത്തിലോട്ടാവും കേട്ടോ. അതാണ് നമ്മുടെ ഡൽഹി, ഹരിയാനയിലൊക്കെ സ്ഥിരം വരുന്നതാണ്. അവിടെ ഈ അന്തരീക്ഷം ഭയങ്കര മലിനമാണ്, അറിയാലോ അല്ലെ? കാരണം എന്താ, പഞ്ചാബിലും ഹരിയാനയിലും ഈ കൃഷിക്കാര് ഈ അവരുടെ ഇത് കത്തിക്കും. ഈ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കത്തിച്ച് കളയുന്നതാ, അതിന്റെ ഹസ്കും ഒക്കെ. അപ്പൊ ഈ കരി എല്ലാം കൂടെ പോകുന്നത് ഡൽഹിയിലോട്ടാ, ഈ പുക മൊത്തം. അപ്പൊ അവിടെ ഒന്നാമത്തെ തണുപ്പാണ്.
അപ്പൊ ഇത് ഭയങ്കര കട്ടി കൂടിയ ഇതായിട്ട് മാറിയിട്ട് ആൾക്കാർക്കൊന്നും ഭയങ്കര പ്രശ്നമാണ് അവിടെ. അപ്പൊ അതിനൊക്കെയാണ് സത്യത്തില് ഈ അറിയാലോ, ഡൽഹിയിൽ 10 കൊല്ലം വരെ നമുക്കൊരു ഡീസൽ വണ്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ആ വണ്ടികൾ മൊത്തം ഇപ്പൊ കേരളത്തിലോട്ടാ വരുന്നത്. ഈ സെക്കൻഡ് ഹാൻഡ് കാര് മൊത്തം ഇങ്ങ് കൊണ്ടുവരും. അതാണ്. അപ്പോ അടുത്തത് നമുക്ക് നോക്കാനുള്ള മേഘങ്ങൾ. മേഘങ്ങൾ എങ്ങനെയാണ് അപ്പൊ രൂപീകരിക്കുന്നത്? ഇത് തന്നെ അല്ലേ, വാട്ടർ വേപ്പർ തന്നെ. നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ ചുറ്റി, ഈ ജലത്തിന്റെ കണികൾ ചുറ്റി രൂപം കൊള്ളുന്ന രൂപങ്ങളാണ് എന്ത്, നമ്മുടെ ഈ മേഘങ്ങള്. പക്ഷെ മേഘങ്ങൾ നമുക്ക് അല്ലാതെയും കാണാം, വെള്ളച്ചാട്ടത്തിന്റെ അടുത്തും കാണാം. അത് പക്ഷെ എങ്ങനെ രൂപീകരിക്കുന്നത്? മിസ്റ്റ് കൂടി നിൽക്കുന്നത് അത് അല്ലേ, വെള്ളം തെറിച്ച്. ഹലോ, അത് മനസ്സിലാവില്ല. അല്ല, നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നമുക്ക്, അല്ലെങ്കിൽ ഭയങ്കര ഉയരമുള്ള പ്രദേശത്തൊക്കെ നമുക്ക് ഈ മേഘത്തിനെ തൊടാൻ പറ്റുന്ന പോലെ തോന്നത്തില്ലേ? തൊട്ടടുത്തായിട്ട് കാണും. അതെ, അത് അവിടെ മീശപ്പുലി മല. പിന്നെ വെള്ളം അങ്ങനല്ല, അത് തണുപ്പ് അല്ലെ, തണുപ്പിന്റെ ഇതാ, ഉയരമുള്ള പ്രദേശമായോണ്ടാ. അല്ല, നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തൊക്കെ ഇതുപോലെ കാണാം. വലിയ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ പടം നമ്മൾ ഈ ഡിസ്കവറി ചാനലൊക്കെ കണ്ടില്ലേ? പണ്ട് കാണുമായിരുന്നു, ഇപ്പൊ കാണത്തില്ല. അല്ല, ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഒന്നും അങ്ങനെ ഇല്ല. ഞാൻ അല്ലാതെ ഈ വലിയതുണ്ടല്ലോ, നയാഗ്രയും അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ ഇങ്ങനെ കാണാം. അതപ്പം മിസ്റ്റ് കാരണം, മിസ്റ്റ് അല്ല, ഈ വെള്ളം തെറിക്കുമ്പോ വളരെ ചെറിയ കണികളായിട്ട് അവിടെ രൂപം കൊള്ളുവാണല്ലോ ഈ വെള്ളച്ചാട്ടത്തിലേ. ശക്തമായിട്ട് ഇങ്ങനെ തെറിക്കുമല്ലേ, അപ്പൊ ചെറിയ ചെറിയ തരികളായിട്ട്, അപ്പൊ അവിടെ ഉള്ള പൊടിപടലത്തിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിരിക്കും മേഘങ്ങളായിട്ട് രൂപം കൊള്ളും അത്. ഓക്കെ. പിന്നെ അപ്പൊ എന്താണ് ഇതിനകത്ത് നമ്മുടെ മേഘങ്ങളുടെ രൂപങ്ങളുണ്ട് കേട്ടോ. സിറസ്, ക്യുമുലസ്, നിംബസ്, സ്ട്രാറ്റസ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. സിറസ് എന്തുവാണ്? അതെ, തൂവൽക്കെട്ട്. പിന്നെ ക്യുമുലസ് പഞ്ഞി കണക്കത്തെ. നിംബസ് എന്ന് പറയുമ്പോൾ പ്രകാശം കടത്തി വിടത്തില്ല. ഈ നിംബസ് തന്നെയാണ് നമ്മുടെ എന്തായിട്ട് മാറുന്നത്, മഴ പെയ്യിക്കാനല്ലേ, ക്യുമുലോ. അതെ, ഇത് രണ്ടും കൂടെ ഈ ക്യുമുലസും നിംബസും കൂടെ ഒരുമിച്ച് പറയും, ക്യുമുലോ നിംബസ് എന്ന് പറയും. പിന്നെ അതുപോലെ ഈ ക്യുമുലസും സ്ട്രാറ്റസും വേണം നമുക്ക് ഒരുമിച്ച് പറയാം. സ്ട്രാറ്റസ് എന്ന് പറയുന്നത് എന്താണ്, തട്ടായിട്ട് കണ്ടോ, നമ്മള് ഈ നില ഉഴുതിട്ടേക്കുന്ന കണക്കെ കാണുന്നതാ സ്ട്രാറ്റസ്. അപ്പം പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘവും ഈ സ്ട്രാറ്റസ് രൂപത്തിൽ കാണാം. അതിനെ നമ്മൾ ക്യുമുലോ സ്ട്രാറ്റസ് നമുക്ക് വേണേ വിളിക്കാം. ഓക്കെ, അതൊന്നും നമുക്ക് നോക്കാനില്ല കേട്ടോ. അത് നമുക്ക് ഇത് മാത്രം നോക്കിയാൽ മതി. സിറസ്, ക്യുമുലസ്, നിംബസ്, സ്ട്രാറ്റസ്. അപ്പൊ ഉയർന്ന തോതിലുള്ള സംവഹനത്തിന്റെ പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടിന് സമാനമായ മേഘങ്ങളാണ് നമ്മുടെ ക്യുമുലസ്. അതേസമയം താഴ്ന്ന വിതാനങ്ങളില് കനത്ത പാളികളായിട്ട് രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ്. പിന്നെ നമ്മുടെ ഇരുണ്ട മഴമേഘങ്ങൾ, താഴ്ന്ന വിതാനങ്ങളിൽ തന്നെ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങള്. സാന്ദ്രമായ ജലകണികൾ ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ് സൂര്യപ്രകാശത്തെ കടത്തി വിടാതെ ഇതൊരു കറുത്ത രൂപത്തിൽ നമ്മൾ കാർമേഘം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ പറഞ്ഞോളൂ. ശരി. അപ്പോ വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്ന അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അല്ല, ഒരു ടൈപ്പ് മാത്രം എപ്പോഴും കാണത്തില്ല. അപ്പൊ ഇതിനെ എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. സിറോ സ്ട്രാറ്റസ്, സ്ട്രാറ്റോ ക്യുമുലസ്, ക്യുമുലോ നിംബസ്, നിംബോ സ്ട്രാറ്റസ്. ഒന്നുമില്ല, എല്ലാം സെയിമാ. നമ്മൾ ഈ പറഞ്ഞ പേരുകൾ അങ്ങ് കമ്പൈൻ ചെയ്താൽ മതി. പക്ഷെ ഇതിപ്പോ എവിടെയോ കേട്ടായിരുന്നു, ജസ്റ്റ് ഇടിമേഘങ്ങൾ എന്ന് പറയുമ്പം ഇങ്ങനെ ക്യുമുലോ നിംബസിനെ ഇടിമേഘങ്ങൾ എന്ന് പറയുന്നൊക്കെ പറഞ്ഞോണ്ട്. ആണോ? ക്യുമുലോ നിംബസ് കാർമേഘങ്ങളാണ്. അത് അങ്ങനെ അതിന് സെപ്പറേറ്റ്. അപ്പം ഇടിമേഘങ്ങൾ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടെന്ന്. അതിന്റെ പേര് അങ്ങനെയാണ്. നമ്മൾക്ക് സാധാ മഴമേഘം ഇപ്പം നമ്മള് നിംബസ് അല്ലെങ്കിൽ ക്യുമുലോ നിംബസ് അല്ലേ പറയത്തുള്ളൂ. നിംബസ് അത് അപ്പൊ ഓപ്ഷൻ ഇങ്ങനെ ക്യുമുലോ നിംബസും നിംബസും തന്നു കഴിഞ്ഞാൽ ക്യുമുലോ നിംബസ് എഴുതണം. നിംബസ് മാത്രം തന്നാല് നിംബസ് എഴുതാം. അതെ, ക്യുമുലോ നിംബസ് ആണ് ശരിക്കും നിംബസിനേക്കാളും വലിയ കാർമേഘമാണ് ക്യുമുലോ നിംബസ് എന്ന് പറയുമ്പോ. നമ്മളെപ്പോഴും മഴയാണെന്നല്ലേ വിചാരം. ഇപ്പൊ ഇടിമേഘങ്ങൾ എന്ന് ചോദിച്ചാൽ അതാണ് ഇടിമേഘങ്ങൾ ക്യുമുലോ നിംബസ് അല്ലേ. ഓക്കെ, അത് അറിയാലോ എങ്ങനെ ഇടി ഉണ്ടാവുന്നതെന്ന്. അതൊന്നും ചോദിക്കത്തില്ല. ഒന്നുമില്ല, ചാർജ് ബിൽഡപ്പ് ആവുമ്പോ
ആ ചാർജ് നമ്മുടെ എർത്തിലേക്ക് പോകുന്നത്, നമ്മുടെ ഭൂമി നെഗറ്റീവാണ്, അങ്ങോട്ടപ്പം വരുന്നതാ ചാർജ്. അതേസമയം നമ്മുടെ ആ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടല്ലോ, ഇലക്ട്രോൺ ഫ്ലോ എന്ത് രൂപമാ ശരിക്കും അന്തരീക്ഷത്തില്? ഏത് മാറ്ററിന്റെ ഏത് അവസ്ഥയാന്ന് പറയാവോ? പ്ലാസ്മയാണ്. അതേസമയം മറ്റൊരു ക്വസ്റ്റ്യന് നമ്മുടെ PSC ഇപ്പൊ സ്ഥിരം വരുന്നതാ, ദ്രവ്യാവസ്ഥ എത്രണ്ണം ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ. 9 കേട്ടോ, ഇപ്പൊ 9. അപ്പം ഏതൊക്കെയാണെന്നൊന്ന് ഓർത്ത് പറയാവോ? മറന്നുപോയി. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, പിന്നെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക്, പിന്നെ റിഡ്ബർഗ് മോളിക്യൂള്, ക്വാണ്ടം ഹാൾ സ്റ്റേറ്റ്, ഇനിയുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മയില്ലല്ല. ജോൺ ടെല്ലർ പിന്നെ എന്തോ ഒരു ഈയിടെ വന്ന കേട്ടോ, ഈ ക്വസ്റ്റ്യൻ വന്നതാ, അതിനകത്ത് ഉണ്ടായിരുന്നത്. നേരത്തെ വരുമായിരുന്നു. അതാ നമ്മൾ അങ്ങനെ കൃത്യമായി അറിയണം. കൃത്യമായിട്ട് അറിയണം. അപ്പൊ അത് നോക്കണം അതൊന്ന്. അപ്പോ നമ്മുടെ തുടർച്ചയായ ഘനീകരണം നടക്കുമ്പോൾ മേഘങ്ങളിലെ ജലകണികളുടെ വലിപ്പം കൂടിക്കൂടി വരുന്നു. അപ്പൊ ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത അത്ര വലിപ്പം ഈ മോളിക്യൂൾസിന്, വാട്ടർ മോളിക്യൂൾസിന് ആകുമ്പോഴത്തേനും എന്തോ സംഭവിക്കും? നമ്മുടെ ഈ രൂപം കൊണ്ട് അത് താഴോട്ട് വീഴും. അതാണ് നമ്മൾ വർഷണം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ മഴ എന്ന് വിളിക്കുന്നത്. അത് ആലിപ്പഴമായിട്ട് വീഴും അല്ലെ? നമ്മുടെ ഏത് അന്തരീക്ഷ പാളിയിലോട്ട് വരുമ്പോഴാ ഇത് തണുത്ത് പിന്നെയും ഐസ് കല്ലായിട്ട് മാറുന്നേ. അപ്പോ അവിടെ കൂടെ ഈ ജലത്തുള്ളികൾ ഇങ്ങനെ തണുത്ത് വീഴുന്നതാണ് നമ്മുടെ ഈ ആലിപ്പഴ വീഴ്ചയൊക്കെ. അപ്പോ ശൈത്യകാല കാലാവസ്ഥാ പ്രദേശത്തിലും മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലും ശൈത്യകാലത്തും അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടുത്തെ ഈ ജലത്തുള്ളിയുടെ വർഷണം ഹിമപരലുകളാ. അതായത് ഒരു ഡിസൈൻ ഉണ്ട് ഇതിന്, ഈ സ്നോയ്ക്ക് ഒരു ഡിസൈൻ ഉണ്ട്. അത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇല പോലെ ഇങ്ങനെ പല പല ഡിസൈൻ ഉണ്ട്. ക്രിസ്റ്റൽ സ്ട്രക്ചർ, അതാ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിട്ടാ വീഴുന്നത്. അത് പ്രകൃതിയുടെ തന്നെ ഒരു ഇതാണ്, ഒരു അത്ഭുതമാ സംഭവം. അത് ഒരു ഡിസൈൻ അല്ല, പല ഡിസൈൻ ഉണ്ട് അതിന്. അപ്പൊ അത് എല്ലാരും ചുമ്മാ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ, അതൊക്കെ ഓർമ്മയിൽ നിൽക്കും. അപ്പോ മേഘങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിന്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ മഞ്ഞുകട്ടയുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നു. അതിന് ആലിപ്പഴ വീഴ്ച. ഇപ്പൊ നമ്മൾ പറഞ്ഞ, പക്ഷെ ഏത് പാളിയിലാന്ന് പറഞ്ഞില്ല, നോക്കട്ടെ. വിവിധ തലങ്ങളിൽ നിന്നേ ഉള്ളു അല്ലേ? വിവിധ തലങ്ങളിൽ. ശരി, അപ്പൊ അതിനെ ആലിപ്പഴ വീഴ്ച എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ മഞ്ഞ് വീഴ്ചയും ആലിപ്പഴ വീഴ്ച തമ്മിലെ വ്യത്യാസം എന്തോന്ന് നമ്മൾ നോക്കണം. വ്യത്യാസം തണുക്കുന്നതിന്റെ വ്യത്യാസമാ ഇതിലതേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? 0 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. 0 ഡിഗ്രി സെൽഷ്യസിന്റെ താഴെയാ ആ പ്രദേശത്തെ തണുപ്പെങ്കില് അതാ മഞ്ഞ് വീഴ്ച. അപ്പോ മഴ എങ്ങനെയൊക്കെയാണ്? അസാധാരണ വികാസം. അതെ, അത് ഇപ്പൊ വരുന്നില്ല. ഇപ്പൊ എല്ലാം അവര് പുതിയ ഓരോ മോഡലുകളല്ലേ. അപ്പൊ മഴ എങ്ങനെയല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പണ്ട് പോലെ പറയുന്നയാ മല തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുമെന്ന്. അത് സത്യം തന്നെ അല്ലേ? കടലിൽ നിന്നും നീരാവി പൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വത ചെരുവിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു. ഇത് കാറ്റിന് അഭിമുഖമായ പർവ്വതവശത്ത് ഘനീകരണത്തിനും മഴമേഘത്തിന്റെ രൂപീകരണത്തിനും ഇടയാക്കുന്നു. ഈ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. മറ്റേ തമിഴ്നാട്ടിൽ മഴ പെയ്യുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. അതും ഇത് തന്നെ. അപ്പോ ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വത മഴ എന്ന് വിളിക്കുന്നു. ഓറോഗ്രാഫിക് റെയിൻഫോൾ കേട്ടോ. ഓറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ പർവ്വത മഴ എന്ന് വിളിക്കുന്നു. പിന്നെന്താണ്? കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റാണ്. അപ്പൊ അവിടെ മഴ, ഇത് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മഴനിഴൽ പ്രദേശം അത് വന്നായിരുന്നു. കുറെ സ്ഥലങ്ങൾ തന്നിട്ട് എനിക്ക് തോന്നുന്നു മൺസൂൺ കാറ്റുകൾ അടിക്കുമ്പം തമിഴ്നാടിന്റെ കാര്യം തന്നെ ചോദിച്ചേ. ആ പ്രദേശത്തിന് എന്തോ പറയുന്നതെന്ന്? മഴനിഴൽ പ്രദേശം, റെയിൻ ഷാഡോ റീജിയൺ. ഓക്കെ, അപ്പൊ ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞുള്ള സമയത്ത് മഴ ഉണ്ടാകുന്നത് അതെന്താണ്? സംഹാര പ്രക്രിയ. നേരെ ഇങ്ങനെ അല്ലെ, ചൂടായിട്ട് പോയി അവിടെ തണുത്ത് പിന്നെ പെയ്യുന്നതാ സംവഹന വൃഷ്ടി, കൺവെക്ഷണൽ റെയിൻഫോള്.
സമ്മാന വൃഷ്ടി. ഓക്കെ. പിന്നെ സാധാരണയായി ഉച്ചതിരിഞ്ഞാണ് ഇത്തരത്തിൽ മഴ ഉണ്ടാവുന്നത് എന്നതിനാൽ നമ്മൾ 4 മണി മഴ എന്നും അതിനെ വിളിക്കാറുണ്ട് കേട്ടോ. 4 മണി മഴ. ആ അപ്പൊ ഇനി എന്താണ് ഒരു നമുക്ക് ഈ മഴ വരുന്ന തുലാവർഷം ടൈമിലുള്ള മഴ ഈ പറഞ്ഞ ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പെയ്യുന്നതാ. ഈ തുലാവർഷം എന്ന് പറയുമ്പോ നമുക്ക് ശരിക്കും അപ്പുറത്തുനിന്ന് വരുന്നില്ലയോ, അപ്പുറത്തുനിന്ന് ചുറ്റി വരുന്നതാ. അത് നമുക്ക് കുറച്ച് കിട്ടുന്നേ ഉള്ളൂ. ചില സമയത്ത് നല്ലപോലെ കിട്ടും അല്ലേ. പക്ഷെ ഇടിയും മിന്നലും കൂടിയോടെ ഉള്ള മഴ നമ്മുടെ ഇടവപ്പാതിയാ. ഓക്കെ. അപ്പൊ നമ്മുടെ ചക്രവാത വ്യവസ്ഥയില് ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും, നേരത്തെ നമ്മൾ ഇത് പറഞ്ഞായിരുന്നല്ലേ, ഉഷ്ണവായുവും ശീതവായുവും കൂടെ കൂടിച്ചേരുന്നത് മിതോഷ്ണ മേഖലയില്. അത് തന്നെ. അപ്പൊ ചക്രവാതം അവിടെ നമ്മുടെ ആ ഡയറക്ഷനും കൂടെ ഒന്ന് പറയാമോ? ഏതായിരുന്നു മിതോഷ്ണത്തിന്റെ നമ്മൾ പറഞ്ഞത്? ചക്രവാതങ്ങളെ. അതെ, ചക്രവാതങ്ങൾ നോർത്ത് ആവുമ്പോ ക്ലോക്ക് വൈസ്, സൗത്ത് ആവുമ്പോ ആന്റി ക്ലോക്ക് വൈസ് ചക്രവാതം നോർത്ത് ആവുമ്പോ ആന്റി എനിക്കിപ്പോ ഒരു സംശയം വന്നു, ഇപ്പൊ തന്നെ നോക്കിക്കളെ. ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നു നോർത്തില് കേട്ടോ. ചക്രവാതം വരുമ്പോ ആന്റി ക്ലോക്ക് വൈസ്. അതെ, ആന്റി ക്ലോക്ക് വൈസ്. പ്രതിചക്രവാതം വരുമ്പോ ക്ലോക്ക് വൈസ്. ശരി, അത് മറക്കല്ലേ. ഓക്കെ. പിന്നെ എന്തായിരുന്നു നമുക്ക് നോക്കണ്ടേ? അപ്പൊ ഈ ചക്രവാത വൃഷ്ടി അതെന്ന് പറഞ്ഞാൽ എന്താണ്? ചക്രവാത വ്യവസ്ഥയിലെ ഉഷ്ണവായും ശീതവായും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിന് കാരണമാവുകയും പിന്നെ എന്താ, അത് മഴയാവുകയും ചെയ്യും. അതാണ് ചക്രവാത വൃഷ്ടി കേട്ടോ. സൈക്ലോണിക് റെയിൻഫോള്. ഉഷ്ണ ശീതവായു സഞ്ചയങ്ങള് സംയോജിക്കുന്ന അതിരുകളെ വാതമുഖങ്ങൾ, ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത്തരം മഴയെ വാതമുഖ മഴ എന്ന് വിളിക്കുന്നു, ഫ്രോണ്ടൽ റെയിൻഫോൾ. അപ്പൊ ഇത് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളയാ കേട്ടോ. ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും ഘനീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു. അത് ചക്രവാത വൃഷ്ടി. വാതമുഖങ്ങളോ ഉഷ്ണ ശീതവായു സംയോജിക്കുന്ന അതിരുകളാണ് വാതമുഖം അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ നമ്മുടെ ഭൂമിയിലെ സകല സ്പന്ദനങ്ങളും സകല ജീവനും നിലനിൽക്കുന്ന സത്യത്തിൽ എന്തുകൊണ്ടാണ്? സൂര്യൻ ഉള്ളത് കൊണ്ടാണ്. ശരിക്കും ഈ ക്ലൈമറ്റ് മാറുന്നത് പോലും എന്തുകൊണ്ടാണ്? നമ്മുടെ സൂര്യന്റെ താപത്തിനനുസരിച്ചാ അല്ലേ. അപ്പൊ ഭൂമിക്കൊരു താപസന്തുലന സംവിധാനമുണ്ട്. അന്തരീക്ഷത്തിന്റെ ഘടനയില് ത്വരിത മാറ്റം ഉണ്ടാകുന്നതിലൂടെ മേൽപ്പറഞ്ഞ താപസന്തുലനം സാധ്യമാകാതെ വരുന്നു എന്ന് പഠനങ്ങൾ വെളിവാക്കുന്നു. അപ്പൊ സ്വാഭാവികവും മനുഷ്യജന്യവുമായ കാരണങ്ങൾ കൊണ്ട് ആഗോള കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം സംബന്ധിച്ച് വരും അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്കത് അടുത്ത ചാപ്റ്റർ ഇനി എടുക്കുമ്പോൾ അത് പഠിക്കാം. അപ്പൊ മനുഷ്യരുണ്ടാക്കുന്നത് അറിയാലോ, നമ്മള് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലേ. ഗ്രീൻ ഹൗസ് എഫക്റ്റ് അത് സ്ഥിരം ചോദ്യം ഇപ്പൊ വരുന്നുണ്ട്. ഈ മാസ്റ്റർ ഫോളോയിങ്ങോ സ്റ്റേറ്റ്മെന്റോ ഒക്കെ വരും. ഈയിടെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ നൈട്രജനെ തന്നിട്ട് ഇത് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തതും ചോദിക്കും. അതാ, ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ നൈട്രജൻ ആണോ? അല്ല. പക്ഷെ നൈട്രജന്റെ വേറൊരു ഫോം ഗ്രീൻ ഹൗസ് ഗ്യാസാ, നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്. ഓക്കെ. അപ്പോ പിന്നെ മെയിൻ ഗ്യാസ് ഏതാണ്? നമ്മുടെ കാർബൺ ഡയോക്സൈഡ് തന്നെ കേട്ടോ. കാർബൺ ഡയോക്സൈഡ്. ഇനി മേഘവിസ്ഫോടനത്തിന്റെ കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ കേരളത്തില് ഇങ്ങനെ സംഭവിക്കുന്ന, ഇപ്പം ഈയിടെ അങ്ങനെ വലിയ ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ ലാസ്റ്റ് നടന്നതൊക്കെ ചിലപ്പോ ചോദിച്ചെന്ന് വരാം. ചൂരൽ മലയും മുണ്ടക്കൈ അതൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സംഭവം നടന്ന ഇടയ്ക്കുള്ള പരീക്ഷയ്ക്കെല്ലാം ചോദിച്ചിട്ടുണ്ടത്, എന്നാ നടന്നേന്നോ മറ്റോ. അപ്പോ ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് എന്ത്? അതിതീവ്ര മഴ. അത് പെട്ടെന്നുള്ള പ്രളയത്തിനും ഉരുൾപൊട്ടലിനും കാരണമാകും. ഉരുൾപൊട്ടൽ എന്തുകൊണ്ടാ കൂട്ടുകാരെ ഉണ്ടാകുന്ന ഉരുൾപൊട്ടല്? ഈ ചരിവ് കൂടിയ പ്രദേശങ്ങളിലൊക്കെ അതെ, വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഇല്ല. അത് കാരണം അവിടെ മൊത്തം ഈ മനുഷ്യരുടെ ഇതുകൊണ്ട് തന്നെ എല്ലാം മാന്തി എടുത്ത്, വെള്ളം താഴാനുള്ള എല്ലാം മാന്തി എടുത്ത് അല്ലാതെ നിരപ്പാക്കി വെച്ചേക്കുവാ. അപ്പോ മണ്ണ് ഇടിഞ്ഞു പോവും. അപ്പൊ 10 സെന്റിമീറ്റർ കൂടുതൽ മഴ ലഭിച്ചാൽ മേഘസ്ഫോടനമായിട്ട് കണക്കാകും കേട്ടോ. 10 സെന്റിമീറ്റർ കൂടുതൽ മഴ ലഭിച്ചാൽ മണിക്കൂറിലെ
ഓക്കെ. അപ്പൊ കൂടുതലും പർവ്വത മേഖലയിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മള് അപ്പൊ അതിതീവ്ര മഴ തന്നെയാണ് മേഘവിസ്ഫോടനം. അതെ, അതിതീവ്ര മഴയിൽ 10 10 സെന്റിമീറ്റർ കൂടുതൽ മഴ സെന്റിമീറ്റർ കിട്ടിയ ആ കൂടുതൽ കിട്ടിയ മേഘവിസ്ഫോടനം എന്ന് പറയും. മേഘവിസ്ഫോടനം. ഓക്കെ. ഇനി നമ്മുടെ കുറച്ച് ഈവന്റുകളാണ് അങ്ങനെ നടന്ന കുറച്ച് ദുരന്തങ്ങളൊക്കെയാ. അപ്പൊ 2019 കവളപ്പാറ, കേരളത്തിലെ കവളപ്പാറ പുത്തുമല പ്രദേശത്തില് ഉരുൾപൊട്ടൽ നടന്നു. അപ്പം അത് എന്തുകൊണ്ടാ? ഈ അതിതീവ്ര മഴയാണ്, മേഘസ്ഫോടനം കൊണ്ടുണ്ടായ അതിതീവ്ര മഴ. പിന്നെ 2024 മുണ്ടക്കൈ ചൂരൽമല, അത് ഫുൾ ഒരു നാട് മൊത്തം പോയതാ. അതെ. അപ്പോ അതാണ് നമ്മുടെ ചാപ്റ്റർ, ഈ ഒന്നാമത്തെ ജിയോഗ്രഫി ചാപ്റ്റർ 10ന്റെ. ഓക്കെ. അപ്പൊ അത് തീർന്നു. അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇന്നത്തെ റിവൈസ് ചെയ്യട്ടെ? ശരി. നമ്മളപ്പോ ഇന്ന് എവിടെ നിന്നായിരുന്നു തുടങ്ങിയത്? നമ്മുടെ ആഗോള മർദ്ദമേഖലകളായിരുന്നു. ആഗോള മർദ്ദമേഖല നമുക്ക് എത്രയായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്? 7. അപ്പം ഏതാണ്? ഏതെങ്കിലും ഒരെണ്ണം വെച്ച് പഠിച്ചാൽ മതി, നമുക്ക് ഓർക്കാൻ എളുപ്പം. 0 ഡിഗ്രി മധ്യരേഖ ന്യൂനമർദ്ദമാണ്. പിന്നെ അതിന്റെ രണ്ട് സൈഡിലും 30 ഡിഗ്രി എന്താണ്, ഉപോഷ്ണ ഉച്ചമർദ്ദവും രണ്ടും ഇത് തന്നെയാണ്. പിന്നെ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, അവിടെ പക്ഷേ ന്യൂനമർദ്ദം വന്നത് എന്തുകൊണ്ടാ? കോറിയോളിസ് എഫക്റ്റ് കൊണ്ടാ. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയില് ആലപ്പുഴ എൽഡിക്ക് ചോദിച്ചത് മറ്റേ കുതിര അക്ഷാംശം എന്ന് പറയുന്നത് ഏതാണ്? അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. അത് എന്തുകൊണ്ടാ അങ്ങനെ അറിയുന്നത്? അവിടെ കുതിര ഇതിനെ കൊണ്ടുപോകായിരുന്നു. അത് ഭാരം കുറയ്ക്കാൻ വേണ്ടി അതെ, ഇവര് കപ്പലില്, സായിപ്പന്മാരുടെ കപ്പലില്, അതായത് 30 ഡിഗ്രി നോർത്തും സൗത്തും, ഇക്വേറ്ററിന്റെ 30 ഡിഗ്രി ഇവിടെ എത്തുമ്പോഴത്തേന് കാറ്റ് വലിയ അത്ര ശക്തിയില്ല, കാറ്റിന് ഇച്ചിരി കുറവാ. അപ്പം കിട്ടുന്ന ഇതിൽ നീങ്ങാൻ വേണ്ടി ഇവര് നമ്മുടെ ഈ കപ്പലിലുള്ള കുതിരകളെയും ഭാരമുള്ള സാധനങ്ങളൊക്കെ, അപ്പൊ കൂടുതലും കുതിരകളൊക്കെയാ, അതുങ്ങളെ അവിടെ ഉപേക്ഷിക്കും, അത് ചത്തുപോകും. അപ്പൊ അതുകൊണ്ട് വീണ പേരാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് കേട്ടോ.